പക്ഷേ ഈ ഓൺലൈൻ ചില റിവ്യൂ അശ്വിൻ കോക്കിന്റെ ഒക്കെ റിവ്യൂ ഒന്നും ഭയങ്കര നെഗറ്റീവായിട്ട് സിനിമയെ അത് ബാധിക്കുന്നു എഴുതുന്നുണ്ടോ? ആയിട്ട് കേൾക്കുന്നുണ്ട്. ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ മേക്ക് ചെയ്തൊരു ഫീൽ ഗുഡ് സിനിമയാണ്. അപ്പോൾ ട്രൂ ടു ഇറ്റ്സ് ജോണർ എന്നുള്ളൊരു റിവ്യൂ ആണ് മൊത്തത്തിൽ എല്ലായിടത്തും കിട്ടുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ നോക്കിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. റിവ്യൂസൊക്കെ എല്ലാ മെയിൻ പബ്ലിക്കേഷൻസിലൊക്കെ വളരെ നല്ല റിവ്യൂസും വളരെ നല്ല റേറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡെഫിനറ്റ്ലി ഫാമിലി ഓഡിയൻസിന് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് സിനിപോളിസിൽ പോയിരുന്നു. അവിടെ പോയപ്പോഴും നേരിട്ട് ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അവരൊക്കെ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നേരിട്ട് കണ്ട് പറഞ്ഞിട്ടാണ് അവരൊക്കെ പോയത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഗുഡ് ന്യൂസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നാളെ സൺഡേ ആണ്, കുറച്ചുകൂടെ തിരക്ക് കൂടി വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കറിയാമല്ലോ, അടുത്ത കാലത്ത് കുറേ വളരെ സംഭവബഹുലമായ സിനിമകളാണ് മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു സ്മോൾ ഫീൽ ഗുഡ് ഫാമിലി ഫിലിമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയി ഒന്ന് ചില്ല് ചെയ്തൊരു പോപ്കോൺ കഴിച്ച് കാണാൻ പറ്റുന്ന സിനിമ അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് ആ രീതിയിൽ അങ്ങനെ തന്നെയാണ് റിവ്യൂസ് വരുന്നത്. സോ ആ രീതിയിൽ ഐ ഹോപ്പ് ഇനി അങ്ങോട്ടും ഫാമിലി ഓഡിയൻസ് വന്ന് ഈ സിനിമ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പഴയ ഒരു ഇന്ദ്രേട്ടനെ കാണാൻ, ഹ്യൂമർ ചെയ്യുന്ന ഒരു ഇന്ദ്രേട്ടനെ കാണാൻ പറ്റി, ഒരുപാട് സീരിയസ് അല്ലാതെ. എൻ്റെ അടുത്ത് പോയി കുറേ പേര് ചോദിച്ചില്ലേ അമറക് ബ്രാൻഡിനെ. ഞാൻ അമറക് ബ്രാൻഡിനെ വേറൊരു സിനിമയാണ്, ഇത് വേറൊരു സിനിമയാണ്. അപ്പോൾ അമറക് ബ്രാൻഡിനെ അഭിനയിച്ച പോലെ ഇതിൽ അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ രണ്ട് കഥാപാത്രങ്ങളാണ്, രണ്ട് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമർ ഈ സിനിമയിലുണ്ട്. അല്ലാതെ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഹ്യൂമറൊന്നുമില്ല. ബട്ട് സിറ്റുവേഷനായിട്ട് വരുന്ന ഇവരുടെ ഫാമിലിപരമായിട്ട് കഥ മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹ്യൂമറുണ്ട്. അങ്ങനെയുള്ള കുറേ നല്ല രസമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും. പിന്നെ എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞു, ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആ സീൻ കണ്ടപ്പോൾ ഞങ്ങളുടെ പഴയ 1-2 കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നൊക്കെ പലരും, ഈവൻ സിനിമയിലുള്ള പലരും ഒരാളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ നല്ല റിവ്യൂസ് വരുന്നുണ്ട്. സോ ഇങ്ങോട്ടും അങ്ങനെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ല റിപ്പോർട്ടാണ് എല്ലാവരും. പക്ഷേ ഈ ഓൺലൈൻ ചില റിവ്യൂ അശ്വിൻ കോക്കിന്റെ ഒക്കെ റിവ്യൂ ഒന്നും ഭയങ്കര നെഗറ്റീവായിട്ട് സിനിമയെ അത് ബാധിക്കുന്നു എഴുതുന്നുണ്ടോ? അത് ഓരോരുത്തരും ഓരോ റിവ്യൂ അല്ലേ. ഇപ്പം എനിക്ക് സിനിമ കാണുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവും, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഓരോ ആൾക്കാർ അവരവരുടെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ചാണ് റിവ്യൂസ് ഇടുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ റിവ്യൂസ് കാണുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ മലയാളികൾ ജനറലി എല്ലാത്തിലും വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ആ രീതിയിൽ ഒരാളുടെ ഒപ്പീനിയൻ മാത്രം കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ കേട്ട് മാത്രം നിങ്ങൾ സിനിമ കാണാൻ പോവുകയോ ചെയ്യരുത്. കളക്റ്റീവായിട്ടൊരു ഒപ്പീനിയൻ എടുക്കുക. നമ്മളിപ്പോൾ ഒരു പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ 4-5 പേരോട് ചോദിക്കത്തില്ല എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ് എന്ന് ചോദിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു 10 പേരുടെ റിവ്യൂ എടുക്കുക. ആ 10 പേരുടെ റിവ്യൂവിൽ ചിലപ്പം 2 മോശമായിരിക്കും, 8 നല്ലതായിരിക്കും. പക്ഷേ 8 നല്ലതാണെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായിച്ച എല്ലാവരോടും പറയണം, അറിയുന്നവരോടൊക്കെ സിനിമ കാണാനൊക്കെ. ഹലോ, താങ്ക് യു വെരി മച്ച്. ജസ്റ്റ് ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് വന്നതാ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു പോകാൻ. താങ്ക് യു വെരി മച്ച്. ശരി, ഈ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരറിയോ? എന്താ? ആ പാട്ട് ഇഷ്ടായോ? ഏത് പാട്ടാ? ഇവിടെ പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ശരി, പാടിക്കോ. ജോയ ഹീറോ 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 ഞാൻ, ഈ ഷോയിൻ സൂപ്പർ ഹീറോ ഹീറോ ഞാൻ, കണ്ടാൽ കണ്ടാൽ ക്യൂവിൽ സെൽഫി എടുക്കും സെലിബ്രിറ്റി ഹീറോ ഞാൻ. My name is Roaring Loroda. ഈ റോറോന്റെ കൂട്ടായില്ലെങ്കിൽ നിന്റെ ഹംടി ഡംടി സീറോഡാ. ഹീറോ അസിസ്റ്റാണ് ഹീറോ.